ഞെട്ടലോടെ ഈ പഴയ കാര്യം പറയാൻ കഴിയും. ഞെട്ടലോടെ ഓർമ്മിക്കാനും കഴിയും. കണ്ണ് തീരെ കാണാത്ത യൗവനത്തിൽ പോൾ എന്ന ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ വാക്ക് ഞെട്ടലോടെ ഓർത്തു. അന്ധനെ ഒരിക്കലും വഴി നയിക്കാനാവില്ല. ദൈവമേ, കണ്ണ് തീരെ കാണാത്ത ഞാൻ എങ്ങനെ അപ്പോൾ അൾത്താരയിൽ ശുശ്രൂഷിക്കും? എങ്ങനെ ഞാൻ കാർമ്മികനാകും? ഇങ്ങനെ പിടഞ്ഞ ആ ഷെമ്മാസിൻ്റെ ചരിത്രം ഒരിക്കൽ യൂട്യൂബിൽ വൈറലായിരുന്നു. ഇന്ന് അദ്ദേഹം ഫാദർ പോൾ കള്ളിക്കാടനാണ്, തൃശ്ശൂർ അതിരൂപതാംഗം. ഓർഡിനേഷന് ശേഷം കള്ളിക്കാടൻ അച്ഛനെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാടൊന്നും അറിയില്ല. അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ മുമ്പ് പറഞ്ഞതിനേക്കാൾ ദൈവസാക്ഷ്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ദൈവാനുഭവങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനുണ്ടെന്ന് വിതുമ്പലോട് അദ്ദേഹം പറഞ്ഞു. കള്ളിക്കാടൻ അച്ഛൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക്. സ്നേഹം നിറഞ്ഞവരെ, നാളുകൾക്ക് മുമ്പ് രണ്ട് കണ്ണുകളുടെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട് ഈശോയുടെ വലിയ കാരുണ്യം കൊണ്ട് പൗരോഹിത്യം സ്വീകരിച്ചതിനെ കുറിച്ചിട്ടൊക്കെ മുൻപ് പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ ആ കാരുണ്യം ഇന്നും പൊതിഞ്ഞ് പിടിക്കുന്നതിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാളുകൾ കഴിഞ്ഞ് 3 വർഷത്തോളം കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം കടന്ന് ഈശോ വലത് കണ്ണിന് ഒരു അത്ഭുതകരമായ കാഴ്ച തന്നതിന് ശേഷം ഒരു 6 വർഷത്തോളം തൃശ്ശൂർ രൂപതയിലെ ആശുപത്രിയിൽ അവരെ സഹായിക്കുകയും തുടർന്ന് 3 വർഷം 2 ദേവാലയങ്ങളിൽ വികാരിച്ചതായിട്ട് ശുശ്രൂഷ ചെയ്യുകയും ഒരാഴ്ച മുൻപ് തൃശ്ശൂർ തന്നെ പറപ്പൂരിനടുത്ത് തോളൂർ എന്ന് പറയുന്ന ഒരു ഇടവകയിൽ ഒരു വികാരിച്ചനായിട്ട് സേവനം ചെയ്യാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ അച്ഛനെ എന്ന് ഓർക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടു കൂടെ അപേക്ഷിക്കുകയാണ്. ഒറ്റ വാക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവിൻ്റെ കരം സ്നാപകനോടുകൂടി ഉണ്ടായിരുന്നെന്ന് വചനം സാക്ഷ്യപ്പെടുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങൾ കടന്നു പോകുക എന്നോർത്തോളം കർത്താവിൻ്റെ കരം എന്നും നമ്മുടെ കൂടെയുണ്ട്. ആ കരം ചിലപ്പോൾ നമ്മളെങ്ങനെ തണല പോലെ കൊണ്ട് നടക്കും, ചിലപ്പോൾ നമ്മളെ താങ്ങി കയ്യിലെഴുതി നടക്കും, ചിലപ്പോൾ ചില തിരുത്തിലുള്ള കിട്ടുന്ന ചെറിയ കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ചില അടിയൊക്കെ തരുന്നുണ്ടാവുമെങ്കിലും കർത്താവിൻ്റെ കരം ഒരു ദൈവമായി തന്നെ കൂടെ എന്നും ഉണ്ട്. ആ കരത്തോടു കൂടെ നമ്മളും എന്നും ഉണ്ടാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എന്തിനും ഏതിനും എക്സ്ക്യൂസുകൾ പറയുന്ന ഈ കാലത്ത് എത്ര പറഞ്ഞാലും മതിവരാത്ത ആ ദൈവാനുഭവങ്ങളെക്കുറിച്ച്, ദൈവം വഴി നടത്തിയ രീതിയെക്കുറിച്ച് കള്ളിക്കാടൻ അച്ഛൻ പറയുന്നത് കേട്ടോ. 2 കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ട സമയത്ത് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത് ഈശോയുടെ വചനം വായിക്കാനും പ്രഘോഷിക്കാനും പഠിക്കാനൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യ നാളുകളിലെല്ലാം നമുക്ക് വചനം പഠിക്കാനായിട്ട് ബൈബിൾ തുറന്ന് വായിക്കാനായിട്ടുള്ള കാഴ്ചയൊന്നുമില്ല. അപ്പോൾ വചനമൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം കേൾക്കും, കേട്ട വചനമൊക്കെ പിന്നെ പഠിക്കാനായിട്ട് നോക്കും. സ്കെച്ച് പേന കൊണ്ട് അല്ലെങ്കിൽ മാർക്കർ കൊണ്ടൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കും. വലിയ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റും. ഒരു വചനമൊക്കെ ഡയറിയിലാണെങ്കിൽ കുറേ സ്പേസൊക്കെ എടുത്ത് എഴുതും. അപ്പോഴാണ് എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ചില രീതിയിലൊക്കെ പിടിച്ചാൽ വായിക്കാൻ പറ്റുള്ളൂ. അന്നൊക്കെ അത് വചനം പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ ദിവസത്തെയും ബൈബിൾ വായനകൾ, പരിശുദ്ധ കുർബാനയ്ക്കുള്ളത് വായിക്കാനായിട്ട് ആദ്യ നാളുകളിൽ ടാബ് നോക്കി വായിക്കാൻ പിതാക്കന്മാർ പെർമിഷൻ തന്നിരുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ടാബ് ഉപയോഗിച്ച് വായിക്കാനുള്ള കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷെ അന്ന് മുതൽ ഈശോ തന്ന വലിയൊരു അനുഗ്രഹമാണ് ബൈബിളിലെ തിരുവചനം മുഴുവനും കാണാപ്പാഠം പഠിക്കാനായിട്ടുള്ളത്. ഏകദേശം 7-8 വർഷമാകുന്നു എല്ലാ ദിവസത്തെയും ബൈബിൾ ഭാഗങ്ങൾ കണ്ണിന് കാഴ്ച ബുദ്ധിമുട്ടുള്ള സമയത്ത് കേട്ട് പഠിച്ചിരുന്നു. പിന്നീടുള്ള നാളുകളിൽ വചനം ശരിക്കും ബൈബിൾ നോക്കി, ഈശോ കാഴ്ച നൽകിയ ശേഷം ബൈബിൾ തന്നെ നോക്കി പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം ഓരോ ദിവസവും അന്ന് വേണ്ട പരിശുദ്ധ കുർബാനയ്ക്കുള്ള തിരുവചന ഭാഗം ജനത്തെ നോക്കി പ്രഘോഷിക്കും. വായിക്കില്ല, ബൈബിൾ അടച്ചു വെച്ച് ആ വചനഭാഗം ഈശോ പഠിപ്പിച്ചത് ജനത്തെ നോക്കി പ്രഘോഷിക്കും. വചനം പഠിച്ച് ശരിയാവാതെ വന്നു കഴിഞ്ഞാൽ മാതാവിൻ്റെ വലിയ മാധ്യസ്ഥം ചോദിക്കും. 1-2 നന്മ നിറഞ്ഞവരെ ചൊല്ലി പ്രാർത്ഥിക്കും. വീണ്ടും വചനം വായിക്കും. വീണ്ടും അങ്ങനെ ബുദ്ധിമുട്ടാവാൻ തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മ പരിശുദ്ധ ആത്മാവിൻ്റെ അടുത്ത് പറഞ്ഞ് വചനം മുഴുവൻ പഠിപ്പിക്കും. അങ്ങനെ 7-8 വർഷമായിട്ട് ബൈബിൾ തുറന്ന് നോക്കാതെയാണ് ഒരു പരിശുദ്ധ കുർബാനയിലും വചനം പ്രഘോഷിക്കുന്നത്. നമ്മുടെ പ്രിയോറിറ്റികളാണ് എപ്പോഴും നമ്മെ ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് കൊടുത്തത് കൊണ്ട് മാത്രമാണ് കള്ളിക്കാടൻ അച്ഛൻ്റെ വിശ്വാസ വഴിയിൽ നമ്മൾ തടസ്സങ്ങളായി കണ്ട കാര്യങ്ങളൊന്നും അച്ഛന് തടസ്സങ്ങളായി അനുഭവപ്പെടാഞ്ഞത്, അച്ഛൻ അവയെ അതിജീവിക്കാനായത്. വൈദ്യശാസ്ത്രങ്ങളെല്ലാം കൈവിട്ടപ്പോഴും എല്ലാ ശാസ്ത്രങ്ങൾക്കും മുകളിൽ
ദൈവത്തിനൊരു ശാസ്ത്രമുണ്ടെന്ന് വിശ്വസിച്ച കള്ളിക്കാടൻ അച്ഛനെ ചികിത്സിച്ച ഡോക്ടറെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. അവസാനം ഡോക്ടർ അച്ഛനോട് പറഞ്ഞത് എന്താണെന്ന് കേൾക്കണോ? ഡോക്ടേഴ്സ് പല രീതിയിലും നമ്മൾ പല ഹോസ്പിറ്റലിലും സൗത്ത് ഇന്ത്യയിലും വിവിധ എല്ലാ വലിയ ഹോസ്പിറ്റലുകൾ നമ്മൾ കാണിച്ചിരുന്നു. അവരൊക്കെ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, കണ്ണിൻ്റെ നെർവ് ഡാമേജ്ഡ് ആയതാണ്, ഇനി അത് തിരിച്ചു കിട്ടില്ല. അപ്പോൾ ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെക്കപ്പുകളും എല്ലാം ചെയ്തു, മെഡിസിൻസും ചെയ്തു. എന്നിട്ട് അവസാനം അവരെത്തിയ ഒരു കൺക്ലൂഷനായിരുന്നു ഇനി കാഴ്ച കിട്ടാനായിട്ട് സാധ്യത ഇല്ല എന്നുള്ളത്. അതിൻ്റെ സ്കാൻ ചെയ്തിട്ടുള്ള ഇമേജസൊക്കെ അവരുടെ കയ്യിലുണ്ട്. നാളുകൾ കഴിഞ്ഞ് ഈശോ കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് തന്നതിന് ശേഷം അവർ 1 വർഷത്തോളം പിന്നെ ഒബ്സർവ് ചെയ്തു ഈ വലത്തെ കണ്ണിൻ്റെ ചേഞ്ചസ് വല്ലതുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഏകദേശം 1 വർഷം പൂർത്തിയായിപ്പോൾ അവർ തന്നെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് സ്കാൻ ചെയ്ത് പിന്നീട് എന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഹൈന്ദവയായിട്ടുള്ള ഒരു ലേഡി ഡോക്ടറാണ്. ആ ഡോക്ടറുടെ പേഴ്സണൽ ടെസ്റ്റിമണി എനിക്കറിയാവുന്നത്, ആ ഡോക്ടർ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞത്, ഫാദർ യു ആർ എ മിറാക്കിൾ, മെഡിക്കൽ ഇത് പോസിബിൾ അല്ല, ഇതൊരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല, ഇറ്റ്സ് എ മിറാക്കിൾ. ഇറ്റ്സ് എ മിറാക്കിൾ. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച, ജീവിതം ദൈവത്തിന് വിട്ടുകൊടുത്ത ഓരോ വ്യക്തിയെയും നോക്കി കാലാകാലങ്ങളിൽ പറയാറുള്ള വാചകമാണിത്, ഇറ്റ്സ് എ മിറാക്കിൾ. അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന അത്ഭുതമായി അച്ഛൻ്റെ ജീവിതം തുടർന്നും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഈശോ അച്ഛനെ ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.